നമസ്കാരം. ഞാനെന്നുള്ളത് പൂതക്കുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇന്ന് ഈ സ്കൂള് ഒരു അപൂർവ സംഗമത്തിന് വേദിയാവുകയാണ്. 1974 ബാച്ച് SSLC സ്റ്റുഡൻസ് അവരുടെ സ്കൂൾ ജീവിതത്തിൻ്റെ 50 വർഷം പൂർത്തിയാവുന്ന ഈ വേളയിൽ ഇന്ന് എല്ലാവരും വിവിധ മേഖലകളിൽ നിന്നും വിദേശത്തു നിന്നും പല പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ഇവരെല്ലാം കൂടി ഇന്ന് ഈ സ്കൂളിൽ ഒത്തുചേരുന്നു. ആ ഒത്തുചേരലിൻ്റെ നിമിഷങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയാണ് ജോലി ജംഗ്ഷൻ എന്നിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ അപൂർവ സംഗമത്തിൻ്റെ കാഴ്ചകളും അവരുടെ വിശേഷങ്ങളും ഒക്കെ ഒന്ന് പങ്കുവയ്ക്കാം. എൻ്റെ പേര് ബൈജു എന്നാണ്. ഞാൻ പൂതക്കുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA പ്രസിഡൻ്റാണ്. 1974 ബാച്ചുകാർ പൂതക്കുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ സന്ദർശിക്കുകയും അവരുടെ സുവർണ്ണ ജൂബിലി ആഘോഷം ഈ 2024 മാർച്ച് 31 പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൂളിന് എന്താണ് ആവശ്യമെന്ന് ഇങ്ങോട്ട് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞത് പുതിയതായി ഒരു ലാബ് നവീകരിച്ച് തരിക, നമ്മുടെ പഴയ ലാബ് ഉണ്ടെന്ന് നവീകരിച്ച് തരിക എന്നുള്ളതാണ്. അത് കൃത്യമായി അവർ ഏറ്റെടുക്കുകയും വളരെ ഭംഗിയായിട്ട് അതിമനോഹരമായ രീതിയിൽ ഈ ലാബ് സെറ്റ് ചെയ്ത് തന്നുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളിലൂടെ നടക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വിശേഷപ്പെട്ട ഒരു സുദിനമാണെന്ന് നമ്മൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടതും ഒരു അപൂർവങ്ങളായ ഒരു ഒത്തുകൂടലാണ് നമ്മളിവിടെ നടത്തിയിട്ടുള്ളത്. ഇത്രയും നാൾ നമ്മൾ ഒത്തുകൂടാതിരുന്നിട്ട് നമ്മൾ 50 വർഷം കഴിയുന്ന ഈ വേളയിലാണ് നമുക്ക് എല്ലാവർക്കും കൂടെ ഒത്തുകൂടാനുള്ള ഒരു താല്പര്യം ഉണ്ടായതും അതനുസരിച്ച് നമ്മൾ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി നമ്മൾ ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മൾ 50 വർഷം തികയുന്ന ആ വേളയിലാണ്. പിന്നെ നമ്മളുടെ കേരളത്തിൽ തന്നെ അപൂർവങ്ങളായിരിക്കും. പ്രധാനമായിട്ടും അതിന് മുൻകൈയെടുത്തത് ധർമ്മരാജനാണ്. ധർമ്മരാജൻ അമേരിക്കയിൽ നിന്നിട്ട് നമുക്കൊന്ന് ഒത്തുകൂടണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് മണികണ്ഠനോട് അത് ആവശ്യപ്പെട്ടു. മണികണ്ഠൻ ഞങ്ങളോടെല്ലാം പറഞ്ഞത് അനുസരിച്ച് ഞങ്ങൾ കഴിയുന്നതും എല്ലാവരുടെയും വീട്ടിൽ വരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് എല്ലാവരുടെയും വീട്ടിൽ വരാൻ പറ്റിയിട്ടില്ല. എങ്കിലും നമുക്ക് കഴിയുന്ന നമ്മളിവിടെ പഠിച്ച ആൾക്കാരെ വീടുകളിലെല്ലാം പോകാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിന് പ്രധാനമായിട്ടും മുഖ്യ പങ്ക് വഹിച്ചതും മണികണ്ഠനാണ്. ഈ വീടുകളെല്ലാം കണ്ടുപിടിച്ച് പലരും പല ഭാഗത്ത് താമസമാക്കിയിട്ടും അവരുടെ എല്ലാം വീട് കണ്ടുപിടിച്ച് അവരെല്ലാം നമ്മളോടൊപ്പം കൂട്ടാൻ വളരെയധികം ശ്രമം നടത്തിയിട്ടുള്ളത് മണികണ്ഠനാണ്. മണികണ്ഠൻ്റെ ആ സേവനം
നമ്മൾ വിലമതിക്കാൻ ഒക്കാത്തതാണ്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് പിന്നെ ഇവിടുത്തെ PTA ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ PTA പറഞ്ഞത് ഞങ്ങൾ ഈ ലാബ് ഒന്ന് നവീകരിച്ച് തന്നാൽ വളരെ നന്നായിരിക്കുമെന്ന് പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ ഇന്ന് ഇത് നവീകരിച്ചിട്ടുള്ളത്. നമുക്ക് ഏകദേശം ഇത് നവീകരണത്തിന് മാത്രം ഏതാണ്ട് 1.5 ലക്ഷം രൂപ ചിലവായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ സഹകരണത്തിനെല്ലാം നന്ദിയുണ്ട്. നമ്മളുടെ ഒരു കൂട്ടായ്മ നമ്മൾ പിന്നെ ഇതിന് ശേഷം STS ഹാളിൽ വെച്ച് നടത്തുകയാണ്. അവിടെ ഭക്ഷണമൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് നീങ്ങാം എന്നുള്ളതാണ് പറയാനുള്ളത്. സുഗുണമുള്ള സാറ്, ലീല വൈ ടീച്ചർ, മറ്റ് വേദിയിലും ഹേമേന്ദ്രൻ സാർ തുടങ്ങി വേദിയിലും നമ്മുടെ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ, എല്ലാവരും നമ്മൾ 50 വർഷങ്ങൾക്ക് ശേഷം 73-74 ബാച്ചുകാരിവിടെ കണ്ടുമുട്ടുകയും നമ്മുടെ അധ്യാപകരെ ആദരിക്കാനായിട്ട് ഗുരുവന്ദനം ചെയ്യുവാനായിട്ട് ഒത്തുകൂടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സ്കൂളിൻ്റെ ലബോറട്ടറി നവീകരിച്ച് നൽകാൻ നമ്മളെ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു. ഇപ്പോൾ സുഗുണപിള്ള സാറിനും ടീച്ചറിനും പോകേണ്ടതുകൊണ്ട് നമ്മളെ ഈ പൊതുയോഗം ഇനി ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ആവാം, ഇപ്പോൾ ഗുരുവന്ദനം നടത്തിയിട്ട് പിരിയാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. ഗുരു സവിധമല്ലയോ പഠനകല വിളയുന്ന പുണ്യതീരം. ഗണിത ഗുണവല്ലഭാ ഗുരു സവിധമല്ലയോ പഠനകല വിളയുന്ന പുണ്യതീരം. അധ്യാപനത്തിന്റെ അമൃതം ചൊരിഞ്ഞു നീ അതിലോലം 30-ലേറെ വർഷം. അറിയുന്നു ഞങ്ങൾ നിൻ സ്നേഹവർഷം, അറിയുന്നു ഞങ്ങൾ നിൻ സ്നേഹവർഷം. ശക്തരിൽ ശക്തനാം തമ്പുരാൻ വാഴ്ന്നതാം രാജകുലത്തിന്റെ പിൻഗാമിനി.
മരുതൂര് കൃഷ്ണനാം മേനോന്റെ വഴികളിൽ തിരിയായി തെളിയുന്ന പ്രിയ ശിഷ്യൻ നീ. ജയരാമ സഖനായി രേണുകാനാഥനായി മരുവുന്ന വിദ്യാപ്രചാരകൻ നീ. ഗണിത ഗുണവല്ലഭ ഗുരു സവിധമല്ലയോ പഠന കല വിളയുന്ന പുണ്യതീരം. വേദഗണിതോത്തമൻ നീ വിടർ തേടുന്നു വിജ്ഞാന നിറവിന്റെ ശ്രീവിഭാതം. വേദനകളാറ്റുവാൻ നേർവഴി തേടുവാൻ മാതൃകകളേകുന്നു നിൻ ജീവിതം. തലമുറകളറിവിന്റെ തിരുമധുരമുണ്ണവേ തരളിതമാകുന്നു നിൻ ഹൃദയം. ഗണിത ഗുണവല്ലഭ ഗുരു സവിധമല്ലയോ പഠന കല വിളയുന്ന പുണ്യതീരം. 50 വർഷത്തിന് ശേഷം ഇങ്ങനെ ഒത്തുകൂടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഇല്ലേ? അതെ. ഇത് അളിയന് ഞാൻ പുത്തങ്കുളം IOBയിൽ അവിടുത്തെ അളിയൻ സുഭാഷ് ഹരിയർ. നമസ്കാരം, എൻ്റെ പേര് ഹരിലാൽ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വർഷത്തെ ശ്രമഫലമായിട്ട് നമ്മുടെ കുറച്ച് സഹപാഠികൾ തന്നെ മുൻകൈയെടുത്ത് ചെയ്യുന്നതാണ്. ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എനിക്കൊന്ന് വിദേശത്ത് നിന്ന് പോലും ഇതിനു വേണ്ടി അവധിയെടുത്ത് ഇവിടെ ആൾക്കാർ എത്തിച്ചേർന്നിട്ടുണ്ട്. അത്രമാത്രം ഞങ്ങളിതിന് പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. ഞങ്ങളുടെ പൂർവ്വ അധ്യാപകരെ ആദരിക്കാൻ സാധിച്ചു. ഒരുപാട് കൂട്ടുകാരെ കാണാൻ പറ്റി, അവരുടെ കുടുംബാംഗങ്ങളെ കാണാൻ പറ്റി, എല്ലാവരും പരസ്പരം അറിയാൻ പറ്റി. അതുകൊണ്ട് നമുക്ക് ഒരുപാട് വലിയ ആൾക്കാർ ഞങ്ങളുടെ കൂടെ പഠിച്ചിരുന്നവരുണ്ടായിരുന്നു മനസ്സിലാക്കാൻ പറ്റി. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു സംരംഭമാണ്. എല്ലാവർക്കും ഇതൊരു മാതൃകയായിരിക്കും എന്ന് ഞാൻ ആശിക്കുന്നു. ഈ 50 വർഷം വരെ കാത്തു നിൽക്കരുത്. അതിനു മുമ്പ് തന്നെ ഇങ്ങനെ 10 വർഷം കൂടുമ്പോൾ ഇങ്ങനെ ഒരു സംരംഭം നടത്തുന്നത് എല്ലാവരും കൂടെ ഒത്തുകൂടി ചെയ്യാൻ ഒരു നല്ല കാര്യമാണ്. എല്ലാവർക്കും തങ്ങളി കാണാനും ഇപ്പോഴത്തെ സാഹചര്യം എന്ന് വെച്ചിട്ട് പ്രായം കൂടിപ്പോയി. അതുകൊണ്ട് എല്ലാവരെയും തങ്ങളി കണ്ടാൽ അറിയുന്നില്ല. പിന്നെ ചെന്ന് തങ്ങളി കണ്ട് ചോദിച്ച് മനസ്സിലാക്കിയാണ് പിന്നെ കാര്യങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിയെടുക്കും.